ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഏഴാറ്റുമുഖം ഡാം അഥവാ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിലെ കാഴ്ചകളിലേക്കാണ്. ഇപ്പോൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് ഏകദേശം 1.5-2 കിലോമീറ്റർ ചെന്നാൽ തന്നെ നമുക്ക് ഈ പ്രകൃതി ഗ്രാമത്തിലേക്കുള്ള വഴി നമുക്ക് ടിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ 1.5 മീറ്റർ സഞ്ചരിച്ചതിന് ശേഷം നമ്മൾ നേരെ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിന്റെ എൻട്രൻസ് ഗേറ്റിന്റെ മുന്നിലെത്തോട്ടോ. ഈ കാണുന്നതാണ് ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിന്റെ എൻട്രൻസ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 20 രൂപയാണ് ഇവിടെ ടിക്കറ്റ് റേറ്റ് വരുന്നത്. നിങ്ങൾ വണ്ടിയും കൊണ്ട് വരികയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ബൈക്കിലായതുകൊണ്ട് എനിക്ക് ബൈക്കിന് 10 രൂപ പാർക്കിംഗ് ചാർജ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടൽ 30 രൂപ വരും. അപ്പോൾ നമ്മൾ വന്ന ടിക്കറ്റ് എല്ലാം എടുത്തതിന് ശേഷം നമ്മൾ നേരെ പ്രകൃതി ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് പോവാൻ എൻട്രൻസ് ഗേറ്റിന് മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് ഈ പ്രകൃതി ഗ്രാമം എന്ന് പറയുന്നത്. ഈ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം എന്ന് പറയുന്ന ഈ സ്ഥലമുള്ളത് എറണാകുളം ഡിസ്ട്രിക്റ്റാണ്. നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ വന്ന് കഴിക്കാം. അതുപോലെ ഈ ഫുട്ബോളിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ നേരെ ഇറങ്ങുന്നത് നല്ലൊരു ഉദ്യാനത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു ചിൽഡ്രൻസ് പാർക്ക് തന്നെ ഉണ്ട്. കുട്ടികളെ കൊണ്ടൊക്കെ ഫാമിലി ആയിട്ട് വരുന്ന കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ അടിപൊളി പാർക്കും കാര്യങ്ങളൊക്കെ നല്ലൊരു അന്തരീക്ഷമാണ് പറയുന്നത്. നല്ല മനോഹരമായിട്ടുള്ള സ്പേസാണ്. ഒരു പ്രത്യേക ഒരു ഭംഗിയാണെന്ന് പറയാം കേട്ടോ. വളരെ ക്വയറ്റായിട്ടുള്ള സ്ഥലമാണ്. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇവിടെ വന്നു കഴിഞ്ഞാൽ കേട്ടോ. അത് മനോഹരമായൊരു കാഴ്ച തന്നെയാണ്. അപ്പോൾ ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴ എന്ന് പറയുന്നത് ചാലക്കുടി പുഴയാണ്. ഇപ്പോൾ ചാലക്കുടി പുഴയുടെ തീരത്ത് ഇരുന്നിട്ടുള്ള ഈ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഈ പാർക്കിൽ കൂടെ നടക്കുന്നതിന് മനോഹരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയായിരിക്കും. ഇപ്പോൾ നമ്മൾ നേരെ ഈ പാർക്കിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് നേരെ തൂക്കുപാലത്തിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ തൂക്കുപാലത്തിലേക്ക് നമുക്ക് നടന്നത് തൂക്കുപാലത്തിന് പോകുന്ന വഴിക്ക് തന്നെ ഈ ഡാമിൻ്റെ ഈ കാഴ്ച മനോഹരമായ കാഴ്ച തന്നെ. ചാലക്കുടി പുഴ ഇങ്ങനെ ഒഴുകി പോകുന്നത് കാണാൻ തന്നെ മങ്ങുന്നത്. അപ്പോൾ നമ്മൾ തൂക്കുപാലത്തിൻ്റെ മുകളിൽ കയറി നേരെ അക്കരയ്ക്ക് നമുക്ക് തൂക്കുപാലത്തിൽ കൂടെ പോകാം. അപ്പോൾ നേരെ തൂക്കുപാലത്തിൽ കൂടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയതായിട്ടുള്ള ഭയം കാര്യങ്ങളൊക്കെ ഉണ്ട് തൂക്കുപാലത്തിൽ, ചെറുതായിട്ട് ആടുന്നൊക്കെ വേണ്ട. പക്ഷേ തൂക്കുപാലത്തിൽ നിന്നുള്ള ഈ കാഴ്ച കാണുമ്പോൾ ആ ഭയവും കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടു പോകും. കണ്ണിന് കുളിർന്നേകുന്ന കാഴ്ചയാണ്, മനോഹരമായ കാഴ്ചയാണ്. പിന്നെ നമ്മൾ വിഷ്വൽസൊക്കെ ഇങ്ങനെ പകർത്തുമ്പോൾ ഒരു കൊച്ചു സുന്ദരി നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ട്. അച്ഛനും അമ്മയും അവിടെ ഫോട്ടോഷൂട്ടിൻ്റെ തിരക്കിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ കാഴ്ചകളെ കണ്ടപ്പോൾ നേരെ ചാലക്കുടി പുഴയുടെ ആ ഒഴുക്കും കാര്യങ്ങളെല്ലാം കണ്ട് ആസ്വദിച്ച് നേരെ നമ്മൾ തൂക്കുപാലത്തിൽ കൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മറുവശത്തേക്ക്. ഓരോ വശത്ത് ചെല്ലുമ്പോഴും ഡാമിൻ്റെ കാഴ്ച മനോഹരമായ കാഴ്ച തന്നെയാണ്. വെള്ളം കുറവാണ് പറയുന്നത്. ഡാമിലേക്ക് ഇറങ്ങാനോ കുളിക്കാനോ ഒന്നും ഇവിടെ കർശന നിരോധനമുണ്ട് കേട്ടോ. ഡാമിലേക്ക് ഇറങ്ങാൻ പാടില്ല. തീർച്ചയായും നിങ്ങളെല്ലാം സന്ദർശിക്കുക. എറണാകുളം ജില്ലയിലെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അതേപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലും ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് കേട്ടോ. ഈ പാലത്തിൻ്റെ ഒരു വശം എറണാകുളവും മറുവശം തൃശ്ശൂരാണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ എത്തുന്നൊരു സ്ഥലം കൂടിയാണ് ഈ ഏഴാറ്റുമുഖം ഡാം അഥവാ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം. ഗ്രാമത്തിൻ്റെ ആ തൂക്കുപാലത്തിൽ കൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി ഒടുവിൽ ഇങ്ങനെ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ മറുവശത്ത് എത്തിയിട്ടുണ്ടോ. ഈ മറുവശത്ത് എത്തിയാലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പോഴാണ് കാര്യം മനസ്സിലായത്. നമ്മൾ നേരെ ചെന്ന് കയറുന്നത് പറഞ്ഞാൽ തുമ്പോൾമൊഴി ഗാർഡൻ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. തുമ്പോൾമൊഴി ഗാർഡനാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ടിക്കറ്റ് എടുക്കണം. കാരണം എന്ന് വെച്ചാൽ മറുവശം എറണാകുളമാണെങ്കിൽ ഇപ്പുറം തൃശ്ശൂരാണ്. അപ്പോൾ തൃശ്ശൂരിലുള്ള ഒരു തുമ്പോൾമൊഴി ഗാർഡനിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ ഇതിൽ ഒക്കെ കണക്ട് ചെയ്യുന്ന ഒരു ഹാങ്ങിങ് ബ്രിഡ്ജാണ് ഇപ്പോൾ നമ്മൾ കടന്നു വന്നത് കേട്ടോ. ഇവിടെ വഴിയാണെങ്കിലും 20 രൂപ ടിക്കറ്റ്, നേരത്തെ എടുക്കുമ്പോൾ 20 രൂപ ടിക്കറ്റ് വേണം. അത് വലിയൊരു എക്സ്പെൻസ് ആയിട്ട് എനിക്ക് തോന്നില്ല. അടിപൊളി മനോഹരമായിട്ടൊരു ഗാർഡനാണ്. ശരിക്കും നിങ്ങൾ തുമ്പോൾമൊഴി ഗാർഡൻ വന്നാൽ തന്നെ ഈ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെയും ഈ കാണുന്ന പ്രകൃതി മനോഹരമായിട്ടുള്ള ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുള്ളൂ കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഏഴാറ്റുമുഖം ഡാം അഥവാ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം എന്ന് പറയുന്ന സ്ഥലത്തോ. അപ്പോൾ തൃശ്ശൂർ സ്ഥിതി ചെയ്യുന്ന തുമ്പോൾമൊഴി ഗാർഡൻ എന്ന് പറയുന്നതും എറണാകുളത്ത് സ്ഥിതി ചെയ്യുന്ന ഏഴാറ്റുമുഖം ഡാം എന്ന് പറയുന്നത് എല്ലാം ഒരേ സ്ഥലം തന്നെയാണ്. അപ്പോൾ അത് ഇവിടെ തീർച്ചയായും നിങ്ങൾ വരിക. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നിങ്ങൾ തൃശ്ശൂർ ഭാഗത്തേക്ക് വരികയാണ് പറ്റുന്നത്. കാരണം അവിടെ ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള വിശാലമായ പാർക്കും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ബട്ടർഫ്ലൈ പാർക്കാണ്. ഇവിടെ ഒരുപാട് ബട്ടർഫ്ലൈ ഇങ്ങനെ പറന്ന് നടക്കുന്നതും ആ ഗാർഡനിൽ കൂടെ നടക്കുന്നത് കാണുമ്പോൾ മനോഹരമായൊരു ദൃശ്യം തന്നെയാണ് കേട്ടോ. പൂമ്പാറ്റകളുടെ കൂടെ കുട്ടികൾ കളിക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. അതുപോലെ തന്നെ അതിവിശാലമായ കുട്ടികൾ കളിക്കാനുള്ള പാർക്കും ഈ തുമ്പോൾമൊഴി ഗാർഡനിൽ തന്നെ ഉണ്ട്.
ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ കുട്ടികളും കൊണ്ട് വരികയാണെങ്കിൽ എന്തായാലും ഇവിടെ തീർച്ചയായും മുതലാവും. ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ പാർക്കിൽ മൊത്തത്തിൽ അതുപോലെ തന്നെ ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. നമ്മൾ നേരെ വാച്ച് ടവറിൻ്റെ മുകളിലേക്ക് അത് ഏറ്റവും മുകളിലെത്തി ഇവിടെ നിന്ന് കാണുന്ന കാഴ്ച മനോഹരമായിട്ടുള്ള ചാലക്കുടി പുഴയുടെ കാഴ്ചകൾ ഭംഗിയൊക്കെ ആസ്വദിച്ച് പേരെ വീണ്ടും നമ്മൾ അങ്ങനെ തുമ്പോൾമൊഴി ഗാർഡനിൻ്റെ ഉള്ളിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വന്നുകൊണ്ട് തന്നെ തുമ്പോൾമൊഴി ഗാർഡൻ്റെ എൻട്രൻസ് ഭാഗത്തേക്ക് നമ്മൾ പോയിട്ടില്ല. അപ്പോൾ ഈ ഗാർഡൻ മൊത്തം ഇങ്ങനെ പൂമ്പാറ്റകൾ പാടി നടക്കുന്നത് കാണാം കേട്ടോ. തുമ്പത്താണ് എൻട്രൻസ് തുമ്പോൾമൊഴി ഗാർഡൻ എന്ന് പറയുന്നത്. ഇവിടെ തന്നെ ക്യാൻറ്റീൻ ഉണ്ട്, ഫുഡ് കോർട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ അതിവിശാലമായ ഒരു പാർക്കിംഗ് ഏരിയയും കൂടി ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ വിശ്രമിക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ നമ്മളുള്ളത് തുമ്പോൾമൊഴി ഗാർഡനിലാട്ടോ. തുമ്പോൾമൊഴി ഗാർഡനിൽ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കഷ്ടമായാണ് വരുന്നത്. അപ്പോൾ ഇവിടെ തന്നെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ടൂർ പാക്കേജ് കാര്യങ്ങൾ ബുക്ക് ചെയ്യാനുള്ള ഓഫീസ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ചെറിയൊരു കൂൾ ബാർ എല്ലാം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എല്ലാവരും വരിക. അപ്പോൾ അതിമനോഹരമായ കാഴ്ചകളൊക്കെയാണ്. ഒടുവിൽ നമ്മളിങ്ങനെ ഗാർഡൻ ഉള്ളിൽ കൂടെയൊക്കെ തുമ്പോൾമൊഴി ഗാർഡൻ ഉള്ളിൽ കൂടെയൊക്കെ നടന്നതിന് ശേഷം നമ്മൾ വീണ്ടും പാത്തൂക്ക് പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ തുമ്പോൾമൊഴി ഗാർഡൻ അത് ഏഴാറ്റുമുഖം ഡാം അല്ലെങ്കിൽ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിൻ്റെ കാഴ്ചകളെല്ലാം നമുക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആ പുതിയൊരു ട്രാവലിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഗൈസ്. ഓക്കെ, ബൈ.